തിരുവനന്തപുരത്ത് ഇന്ന് മറ്റു വിശേഷങ്ങൾ കൂടിയുണ്ട്. കേരള സർവകലാശാല ഒപ്പം സർവകലാശാല യൂണിയനും വിസിയും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അതോടൊപ്പം ഏറ്റവും സന്തോഷകരമായ വാർത്ത, പാഠപുസ്തകങ്ങൾ യൂണിഫോമുകളും വിദ്യാർത്ഥികളിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ട്. മേഘന, അത് സംബന്ധിച്ചുകൂടി എന്താണ് നമുക്ക് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? അതിൽ പ്രധാനപ്പെട്ടത് ഈ വി സിയും എസ് എഫ് ഐ നയിക്കുന്ന യൂണിയനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അതിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് SFI യൂണിയൻ അനുകൂലമായി വിധി വരുന്നു. അതിൽ ഈ ഫെബ്രുവരി 26-നാണ് യൂണിയൻ കാലാവധി കഴിയുക. അതുവരെ യൂണിയന് തുടരാം, അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്താമെന്നുള്ളതാണ് കോടതിയുടെ വിധി. അത് വി സിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തതാണ്. ഇനി SFIയുടെ മുന്നിലുള്ള കടമ്പ, യൂണിയന് മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കലോത്സവം നടത്തുക, അതുപോലെ തന്നെ നാടകോത്സവവും കായികോത്സവവും നടത്തുക എന്നുള്ളതാണ്. അതിൽ ഇതുവരെ കലോത്സവത്തിനായുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഫണ്ട് അനുവദിക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതുണ്ട്. വി സി ഇനിയൊരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയാനുള്ളത്. അതുപോലെ തന്നെ വി സിയുടെ നിലപാടെന്ന് പറയുന്നത് ഒരു യൂണിയൻ 2 കലോത്സവം നടത്തേണ്ടത് ആവശ്യമില്ല, അതുപോലെ തന്നെ ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിയമപോരാട്ടത്തിന് പോകുന്നു യൂണിയൻ. പിന്നീടാണ് ഒരു അനുകൂല വിധി നേടുകയും ചെയ്തത്. എന്തായാലും അതിൽ ഇനി എന്തുണ്ടാകും, അതിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ യൂണിയൻ എങ്ങനെയാണ് ഒരു കലോത്സവം നടത്തുക എന്നുള്ള കാര്യമാണ് നോക്കിക്കാണുന്നത്. അതിൽ ഇനി വി സി ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്കോ അല്ലെങ്കിൽ ഈ വിധിയിന്മേലൊരു ഹർജിയിലേക്കോ പോകുമോ എന്നുള്ള കാര്യം കൂടി നോക്കിക്കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ പാഠപുസ്തക വിതരണം. അതിൽ നമ്മൾ ഫെബ്രുവരി 2-ാം വാരം ആകുന്നതേ ഉള്ളൂ. കണ്ടറിയാത്ത അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഈ സമയത്ത് തന്നെ പാഠപുസ്തകങ്ങളുടെയും അതുപോലെ തന്നെ യൂണിഫോമുകളുടെയും ഒക്കെ ഒരു ഉദ്ഘാടനം നടക്കുക എന്നുള്ളത്. ഇന്ന് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നടത്തുക. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. അതിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സൗജന്യ പാഠപുസ്തക യൂണിഫോം വിതരണം ഇത്ര വേഗം നടത്തുന്നത് എന്നുള്ളതാണ്. 1 മുതൽ 10 വരെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പാഠപുസ്തകവും യൂണിഫോമും ലഭിക്കുക. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക. മെയ് അവസാനത്തോടു കൂടി തന്നെ ഇതിന്റെ ഒരു വിതരണം പൂർത്തിയാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിപാടികളും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് കൂടുതൽ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.